പുഞ്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളാരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഒരു കുളത്തിലാണ്. തിരുവനന്തപുരത്ത് കുമാരപുരം ഭാഗത്താണ് ഈ കുളമുള്ളത്. ഒരു വലിയ കുളമാണ്. കുറച്ചിനെ കുറിച്ച് കേട്ടു, അങ്ങനെ വന്ന് കാണാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തി. ഒരു സൈഡിൽ കൂടെ വെള്ളച്ചാട്ടം പോലെ ചെറിയ രീതിയിൽ വെള്ളം വന്ന് വീഴുന്നുണ്ട്. മൊത്തം പായൽ പിടിച്ചൊക്കെ കിടക്കുകയാണ്. എന്നാലും കുളത്തിൻ്റെ സേഫ്റ്റിക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൈഡിൽ മുഴുവനും കൈവരി വരെ കെട്ടി നല്ല സേഫ്റ്റിയായി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല താഴ്ചയുള്ള കുളമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഒരുപാട് മീനുകളുണ്ട്. അങ്ങനെ കുളമെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് വലിയ മീനുകളെയൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ കുറേ പ്രാവശ്യം അവിടെ നിന്ന് കറങ്ങി നോക്കിയായിരുന്നു. വലിയ വലിയ മീനുകളെ കാണാനായിട്ടൊന്നും പറ്റിയില്ല. അങ്ങനെ ചുറ്റും കണ്ട് നടക്കുന്ന സമയത്ത് സാധാരണ കുളങ്ങളിലുള്ള പോലെ തന്നെ സൈഡിൽ കൂടെ ഒരു ചാലുണ്ടാവും. ഇതിലും ഒരു കുഞ്ഞു ചാലാണ്, തീരെ ചെറിയൊരു ചാലത ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. അത് വെള്ളം നിറയുന്ന സമയത്ത് മറ്റൊരു ഓടയിൽ കൂടെ കണക്ട് ചെയ്ത് പോകുന്നതാണ് ഇത് സംഭവം. തീരെ താഴ്ച കുറവാണ്. തൊട്ടുപുറത്ത് തന്നെ റോഡ്. ഒരു കാൽപാദം മുങ്ങാനുള്ള വെള്ളം പോലും അതിൽ കാണില്ല. അപ്പോൾ അതിൽ നിറയെ പായലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുഞ്ഞു കുഞ്ഞു മീനുകളും അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അത് നോക്കി മുന്നോട്ട് പോയപ്പോൾ കുറേ ഭാഗത്ത് വെള്ളമില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ യാദൃശ്ചികമായി കണ്ടതാണ് കുറച്ച് മീൻ അതിൽ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ കാരി എന്ന് പറയുന്ന ടൈപ്പ് മീനാണ്, ചെറുതാണ്. സംഭവം ജീവനുണ്ട്. അപ്പം കുറച്ച് മുന്നേ കണ്ട വെള്ളം പെട്ടെന്ന് വറ്റുകയും അങ്ങനെ അതിൽ പെട്ടുപോയതാണ്. എന്തായാലും അതിനൊന്ന് രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കുപ്പിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെയൊക്കെ കിട്ടാനായിട്ട് വലിയ പാടാണ്. അങ്ങനെ തിരക്കി നടന്നു. അപ്പോൾ ഈ കോർപ്പറേഷൻ്റെ വേസ്റ്റുകളൊക്കെ കൂട്ടുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. എന്നാൽ പിന്നെ ആ ഭാഗത്ത് നോക്കാമെന്ന് കരുതി. എന്തായാലും ഇവിടെ കിട്ടാതിരിക്കത്തില്ല. നമുക്ക് വേണ്ട ഒരു ചെറിയൊരു ടിന്ന് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ ടിന്നും എടുത്ത് ഒരു ചെറിയൊരു രക്ഷാപ്രവർത്തനം. ഇതിനെ കാരിക്ക് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളങ്ങനെയാണ് വിളിക്കുന്നത്. ഇച്ചിരി ഡേഞ്ചറാണ് ആൾ. മുള്ളുണ്ട്. മുള്ള് കയ്യിൽ പൊത്ത് കയറി കഴിഞ്ഞാൽ നല്ല തരിപ്പാണ്. എന്തായാലും അതെടുത്ത് ഞങ്ങൾ അതിൽ നിന്ന് തന്നെ വെള്ളം എടുത്തു. അത്യാവശ്യം നല്ല വെള്ളമാണ്, അതിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ആ വെള്ളം എടുത്ത് എന്തായാലും അവരെ രക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ഒന്ന് പിടിക്കാൻ മടിച്ചിട്ടാണ് അതിൻ്റെ അടപ്പ് വെച്ച് എടുത്തത്. പക്ഷേ ആ പരിശ്രമം പാഴായി. അതിനകത്ത് കയറുന്നില്ല. മാത്രമല്ല അതിന് ഡാമേജ് പറ്റുമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും അതിനകത്തിറങ്ങി കൈവച്ച് തന്നെ എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ കൈവച്ച് എടുത്തു. കുറച്ചൊക്കെ എടുത്തു. എടുക്കാനായിട്ട് നല്ല വഴുവഴുപ്പലാണ്. അതുകൊണ്ട് കിട്ടുന്ന കാര്യം പാടാണ്. അതിൽ ഒന്ന് രണ്ട് മീൻ ചത്തായിരുന്നു. കാര്യമല്ല വേറെ ഉള്ളത്. എന്തായാലും എടുക്കുന്ന കൂട്ടത്തിൽ ഒരു മുള്ളടിച്ച് കയറി കയ്യിൽ. നല്ല രീതിയിൽ ഇത് മുറിവും കിട്ടി. എന്തായാലും അതിലുള്ള ബാക്കി എല്ലാ മീനെയും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കുറേ മീനുണ്ടായിരുന്നു. 10-ൽ കൂടുതൽ മീനുണ്ടായിരുന്നു. എന്നാലും അതിനകത്ത് എടുത്തു. അതിൽ ഒരെണ്ണം മാത്രം ജീവനില്ലാതെ ബാക്കിയെല്ലാം ജീവനുണ്ടായിരുന്നു. ഈ കാരി മീനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാവത്തില്ല. വെള്ളം ഇല്ലെങ്കിലും കുറച്ച് സമയം ഇവിടെ കിടക്കും. എന്തായാലും ആ സൈഡിൽ കൂടെ വന്നു. എന്തായാലും കുളത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഓടിപ്പോകുന്ന ഒരു ഇത് കാണാം. പെട്ടെന്നത് ഉള്ളിലോട്ട് ഇറങ്ങുന്നില്ല. അവിടെ ഇങ്ങനെ കറങ്ങിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ പതുക്കെ തള്ളി ഉള്ളിലോട്ട് ഇട്ടു. കുറച്ച് കഴിഞ്ഞ് എല്ലാ ആശാന്മാരും കുളത്തിനകത്തോട്ടങ്ങ് നീന്തിപ്പോയി. ഒരു പ്രത്യേക സന്തോഷം. കാരണം കുറച്ച് സമയം കഴിഞ്ഞ് അതവിടെ കിടന്ന് ചാവേണ്ടതായിരുന്നു. നമുക്കതിനെ വീണ്ടും ആ ജീവിതത്തിലോട്ട് പറഞ്ഞയക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷവും ഇതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ നോക്കി നിന്നു. പിന്നെ ആ മീനുകൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് കുറച്ച് നേരം നോക്കി നിന്നു.
സംഭവം പോയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു മീനുകൾ അവിടെ കറങ്ങി ചുറ്റി വീണ്ടും വരുന്നുണ്ടായിരുന്നു. എങ്കിലും മനുഷ്യന്മാരെന്തായിരുന്നാലും രക്ഷപ്പെട്ട് അതിൽ പോയി. ഇതുപോലെ എത്രത്തെ മീൻ ചത്തുണ്ടാവും എന്നാണ്. എന്തായാലും വീഡിയോ കണ്ടതിൽ സന്തോഷം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് തീർച്ചയായും വരുന്നതായിരിക്കും.